ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അതായത് ഇപ്പോൾ അവാർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ തീംസ് ഉണ്ട്, പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സേതുമാധവൻ അല്ലെ? സേതുമാധവൻ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? അച്ഛനും നമ്മുടെ കിരീടം ചെങ്കോല് സിനിമയിനകത്തുള്ള സേതുമാധവൻ ഓർക്കാം, അച്ഛനും സേതുമാധവനും തമ്മിലുള്ള റിലേഷൻ ഓർക്കാം അല്ലെ? ഇപ്പൊ കിരീടം ഉണ്ട്, ചെങ്കോലുണ്ട്, രണ്ട് പാർട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് 2022 കണക്ട് ചെയ്യാം. 2022 എഴുത്തച്ഛൻ അവാർഡ് നേടിയിട്ടുള്ളത് സേതുമാധവനാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. 2023 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? SK വസന്തനാണ് കിട്ടിയിട്ടുള്ളത്. 2021 കിട്ടിയിട്ടുള്ളത് പി വത്സല. ഈ ഒന്ന് പോലെ പി ഓർക്കുക കേട്ടോ. പി വത്സലയ്ക്കാണ് കിട്ടിയിട്ടില്ലേ? പി വത്സല. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പി വത്സലയുടെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. 2022 ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? 2022 ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടാണ് കേട്ടോ. അംബികാസുധൻ മങ്ങാടാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. 2022 എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കാം, ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഴൽ ആലോചിക്കാം. അംബികാസുധനെ കുഴൽ വെച്ചിട്ട് രണ്ട് കൈയിലും അടിച്ചു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ 2022 ആയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന. രണ്ട് കൈയിലും അംബികാസുധനെ, സുധൻ എന്ന് പറഞ്ഞാൽ പുത്രൻ അല്ലെ, അംബികാസുധനെ രണ്ട് കൈയിലും അടിച്ചു എന്ന് ഓർക്കാം, കുഴൽ വെച്ചിട്ട് കേട്ടോ. അപ്പൊ 2022 ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് അംബികാസുധൻ മങ്ങാട്. ഓക്കെ, പ്രാണവായുവിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പ്രാണവായു കൊണ്ട് മകൻ ഓടി എന്നൊക്കെ ഓർക്കുക കേട്ടോ. ഇനി 2021 കിട്ടിയിട്ടുള്ളത് സാറാ ജോസഫിനാണ്, ബുധിനി എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി 2022 വയലാർ അവാർഡ് ആർക്കാ കിട്ടിയിട്ടുള്ളത്? ഹരീഷിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മീശ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ, മീശ. അപ്പോൾ ജസ്റ്റ് ഓർക്കാം, ഈ വയൽ എന്ന് പറയുമ്പോൾ ഒരു പച്ച കളർ, ഒരു ഹരിത നിറം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർക്കാം. അപ്പൊ അങ്ങനെ ഹരീഷായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ രണ്ടായിട്ട് കണക്ട് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും മീശ പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ 2022 വയലാർ അവാർഡ് നേടിയിട്ടുള്ള ആരാണ്? ഹരീഷാണ്. ഓക്കെ, പിന്നെ 2023 ആർക്കാ കിട്ടിയിട്ടില്ലേ? ശ്രീകുമാരൻ തമ്പി അല്ലെ? ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡിലും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ 2021 ആർക്കാ കിട്ടിയിട്ടുള്ളത്? 2021 കിട്ടിയിട്ടുള്ളത് ബെന്യാമിൻ. വയലിൽ ബനിയൻ ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. ബെന്യാമിൻ. ഓക്കെ, 2021. അപ്പൊ വർഷങ്ങളും തമ്മിൽ മാറിപ്പോരുത് ആർക്കും. ഇനി അടുത്ത ചോദ്യം, 2022 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാ? 2022 TV ചന്ദ്രൻ അല്ലെ? 2022 TV ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ജേഴ്സി ഇട്ടിട്ടുള്ള കളിയൊക്കെ ടിവിയിൽ കണ്ടു എന്നൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ അതിന് മുമ്പ് കിട്ടിയിട്ടുള്ളത് 2021 കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? KP കുമാരൻ. കുമാരന്മാരൊക്കെയാണ് ജേഴ്സി ഇട്ട് കളിക്കണേ നമുക്ക് ഓർക്കാം. അപ്പൊ ഒന്ന് പോലെയുള്ള കുമാരനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 2021 കൂടെ ഓർത്ത് വയ്ക്കാം. ഇനി 2022 സരസ്വതി സമ്മാൻ അവാർഡ് ആർക്കാ കിട്ടിയിട്ടുള്ളത്? സരസ്വതി സമ്മാൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ്. അപ്പൊ സരസ്വതി എന്ന് പറഞ്ഞാലും ഒരു ദൈവം, ശിവൻ എന്ന് പറഞ്ഞാലും ഒരു ദൈവം, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. 2022 സരസ്വതി സമ്മാൻ അവാർഡ് നേടിയിട്ടുള്ളത് ശിവശങ്കരി. 2022 ബഷീർ അവാർഡ് കിട്ടിയിട്ടുള്ളത് M. 2022 ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? M. മുകുന്ദൻ. 2022 ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് M. മുകുന്ദൻ. സാഹിത്യ നിരൂപണത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കൃതി ആശാന്റെ സീതായനം. ഓക്കെ, ആശാന്റെ സീതായനമാണ് സാഹിത്യ നിരൂപണത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കൃതിയാണ് ആശാന്റെ സീതായനം. അപ്പൊ അത് തോമസ് മാത്യുവിന്റെ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. തോമസ് മാത്യു. 2022 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരി ആരാണ്? ആനി എർണോസ് ആണ് കേട്ടോ. ആനി എർണോസ് ആണ്. അപ്പൊ 2022 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ആനി എർണോസിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നൊബേൽ പുരസ്കാരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാം. അടുത്ത പോയിന്റ്, വിവർത്തനത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, വിവർത്തനം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു ചാത്തന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് ഓർക്കാം. അപ്പൊ ചാത്തനാഥ് അച്യുതനുണ്ണി അല്ലെ? ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക്. അപ്പൊ വിവർത്തനത്തിനുള്ള 2022 ആണ് കേട്ടോ. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ചാത്തനാഥ് അച്യുതനുണ്ണി. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചുള്ള സാഹിത്യകാരൻ C. രാധാകൃഷ്ണനാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചുള്ള സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ വിശിഷ്ട അംഗത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാം, വിശിഷ്ടമായിട്ടുള്ള രണ്ടുപേര് അല്ലെ? രാധയുണ്ട്, കൃഷ്ണനും ഉണ്ട്.
അപ്പൊ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ചോദിക്കുകയാണെങ്കിൽ സി രാധാകൃഷ്ണൻ. 2022 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ 2022 കേസാണ് കേട്ടോ. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഖാലിദ് ജാവേദ്. ഇത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഓർക്കാം, നമുക്ക് ഈ JCB എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനം JCB ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ JCB കാല് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ഖാലിദ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഒരു കാലല്ല, രണ്ട് കാലാണ്. അപ്പൊ 2022 കണക്ട് ചെയ്യാം. 2022 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ആരാണ്? ഖാലിദ് ജാവേദ് ആണ്. ഇനി 2023 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? 2023 JCB പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? പെരുമാൾ മുരുകൻ അല്ലെ. പെരുമാൾ മുരുകനാണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ഈ JCB ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ മാളൊക്കെ റെഡിയാക്കി എന്ന് വിചാരിക്കാം കേട്ടോ. ഈ മാളൊക്കെ പണിയുന്നേക്കാൾ മുമ്പ് JCB ഒക്കെ വെച്ച് അവിടെ സെറ്റ് ആക്കി എന്ന് ഓർക്കാം. 2023 കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകൻ. ഓക്കെ, അതുപോലെ തന്നെ ഫയർ ബേർഡിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫയർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2022 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? വി മധുസൂദനൻ നായർ. ഓക്കെ, അപ്പൊ 2022 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർ. ഓക്കെ, അപ്പൊ അമ്മയും മധുവുമായിട്ട് എന്തെങ്കിലും ഒരു സിനിമയായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. അമ്മയും മധു സിനിമാ നടനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വി മധുസൂദനൻ നായർ. 2022 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയത് വി മധുസൂദനൻ നായർ. 2021 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? MK സാനുവിനാണ് കേട്ടോ. 2021 കിട്ടിയിട്ടുള്ളത് MK സാനു. 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ്. ആരാണ്? പി ജയചന്ദ്രൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സ്വാദ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, നമ്മൾ ജയിച്ചു എന്ന് പറയും അല്ലെ. നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രൻ. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാ? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിശ്രീ എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? MT വാസുദേവൻ നായർ. ഓക്കെ, അപ്പൊ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് MT വാസുദേവൻ നായർ. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, നമ്മൾ കിലുക്ക സിനിമയിനകത്ത് പറയുന്നുണ്ടല്ലോ, ജ്യോതിയും ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒന്നുമില്ല, അതായത് MT ആണെന്ന് ഓർക്കാം. ഒന്നുമില്ല MT എന്ന് നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ. അപ്പൊ MT വാസുദേവൻ നായർ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ആരാണ്? പൂർണിമ ദേവി ബർമൻ. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ബർമാൻ അല്ലെ. പൂർണിമ ദേവി ബർമൻ ഓർത്ത് വെക്കുക കേട്ടോ. 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ഷഹാൻ കരുണതിലകി. 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരനാണ് ഷഹാൻ കരുണതിലകി. ബുക്കൊക്കെ നല്ലപോലെ വായിച്ച് കരുണയൊക്കെ വരുന്ന ഓർക്കാം കേട്ടോ. ഷഹാൻ കരുണതിലകി. 2023 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? 2023 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത് പോൾ ലിഞ്ചിനാണ് അല്ലെ. പോൾ ലിഞ്ചിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പോൾ ലിഞ്ചിനാണ് കിട്ടിയിട്ടുള്ളത്. ഏതിനാണ് കിട്ടിയിട്ടുള്ളത്? പ്രൊഫറ്റ് സോങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. പ്രൊഫറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത പോയിന്റ്, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ചെറുവയൽ രാമനാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ആരാണ്? ചെറുവയൽ രാമൻ. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടനം നടന്നിട്ടുള്ള ഖത്തറിലെ വേദി ചോദിക്കുകയാണെങ്കിൽ ഏത് സ്റ്റേഡിയം ആയിരുന്നു? അത് അൽബെയ്ത്ത് സ്റ്റേഡിയം അല്ലെ. അൽബെയ്ത്ത് സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ എയും ബിയും ഒക്കെ ഉള്ള സ്റ്റേഡിയം. ഉദ്ഘാടനം അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആലോചിക്കാം, എയും ബിയും അല്ലെ. അപ്പൊ അൽബെയ്ത്ത് സ്റ്റേഡിയം ആണ് കേട്ടോ. ഫൈനൽസ് നടന്നിട്ടുള്ള സ്റ്റേഡിയം ആണ് ലുസൈൽ സ്റ്റേഡിയം. ഇത് ഫൈനൽസ് നടന്നിട്ടുള്ള സ്റ്റേഡിയം ആണ്. ഫൈനൽസ് ആര് ലൂസ് ചെയ്തു എന്നൊക്കെ ഓർക്കാം. ആര് ജയിക്കുക, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നില്ല. അപ്പോൾ ആര് ലൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വയ്ക്കാം. ലുസൈൽ സ്റ്റേഡിയം ആണ്. ഓക്കെ, 2022 അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടില്ല? HS പ്രണോയ്ക്കും കിട്ടിയിട്ടുണ്ട്, എൽദോസ് പോൾ. അതൊന്ന് പഠിച്ചു വെക്കുക. 2022 അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ HS പ്രണോയ്, എൽദോസ് പോൾ കേട്ടോ. HS പ്രണോയുടെ ഈവന്റ് ഏതാ? ബാഡ്മിന്റൺ താരാണ്. എൽദോസ് പോൾ ട്രിപ്പിൾ ജമ്പ് ആണ്. 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കായിക താരം
അജന്ത ശരത് കമലാണ്. ഓക്കെ, 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കായിക താരം അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസ് താരമാണ് കേട്ടോ. ജസ്റ്റ് ഓർക്കാം, നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുക, അജന്ത എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ചിന്തയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ചിന്തിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാലോ അല്ലെ. അപ്പൊ മേജർ ധ്യാൻ ചന്ദ് അജന്ത കേട്ടോ, ചിന്തിച്ചിരിക്കുക എന്നൊക്കെ ഓർക്കാം. അതേപോലെ തന്നെ ടേബിളിലാണ് ചിന്തിച്ചിരിക്കണേ എന്നുള്ളത് ഓർക്കാം കേട്ടോ. ടേബിൾ ടെന്നീസ് താരമാണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ 2022 വിജയികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് അർജന്റീനയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഓർഡർ പഠിച്ചു വെച്ച അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഓക്കെ, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. AFC എന്ന് ഓർക്കാം, നമ്മുടെ KFC എന്നൊക്കെ പറയുന്ന പോലെ, KFC ചിക്കൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ AFC എന്ന് ഓർക്കാം. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. മൊറോക്കോ ആണ് 4ാം സ്ഥാനത്ത് ഉള്ളത് കേട്ടോ. അപ്പൊ KFC മോർ എന്ന് ഓർക്കാം, നമുക്ക് വീണ്ടും വേണം എന്നൊക്കെ പറയില്ലേ, മോർ. അതേപോലെ മൊറോക്കോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, പുരുഷ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? സ്റ്റെഫാനി ഫ്രപ്പാട്ട്. ഓക്കെ, പുരുഷ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ചോദിക്കുകയാണെങ്കിൽ സ്റ്റെഫാനി ഫ്രപ്പാട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, കേട്ട് പോവാട്ടോ, ഫ്രാൻസുകാരിയാണ്. 2023 ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യം ജർമ്മനിയാണ്. 2023 ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യം ജർമ്മനിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഒലി എന്ന ആമയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താ? ഒലി എന്ന ആമ. ഒലി എന്ന ആമ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം വേഗം പറയാവോ? ഏതാണ്? ചക് ദേ എക്സ്പ്രസ് അല്ലെ. ചക് ദേ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ചക് ദേ എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയിട്ടുള്ള സ്പാനിഷ് ചിത്രം ഏതാണ്? ഉദമ. പഠിച്ചു വെക്കുക. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയിട്ടുള്ള സ്പാനിഷ് ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഉദമ. ഉദമയാണ് കേട്ടോ. ഒരു ഉത്തമ ചിത്രം എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. സുവർണ ചകോരല്ല, അപ്പൊ ഉദമ എന്നുള്ളത് ഓർത്തു വെക്കാം. സ്പാനിഷ് ചിത്രമാണ്. അടുത്ത പോയിന്റ്, തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ആരാണ്? ടൈഫൂൺ പിർസെ മോഗ്ലു ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ടർക്കിഷ് ആണ്, ടി വെച്ചിട്ട് തന്നെ. ടൈഫൂൺ പിർസെ മോഗ്ലു. ടൈഫൂൺ പിർസെ മോഗ്ലു ആണ്. അടുത്ത പോയിന്റ്, 27ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിന് അർഹയായിട്ടുള്ള ഇറാനിയൻ സംവിധായക മഹനാസ് മുഹമ്മദി. ആരാണ്? മഹനാസ് മുഹമ്മദി. 27ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ, നമ്മള് എന്താ പറയാ, മഹാസിനിമ അല്ലെങ്കിൽ മഹാസ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ മഹനാസ് കേട്ടോ. മഹനാസ് മുഹമ്മദി. മഹനാസ് മുഹമ്മദി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിന്റെ തന്നെ ഏഷ്യൻ ഫിലിമിന് നെറ്റ്പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആലമാണ്. ഏഷ്യൻ ഫിലിമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ആലമാണ് കേട്ടോ. രാജ്യത്ത് കൗമാരക്കാർ സിഗരറ്റ് വാങ്ങുന്നത് നിയമം വഴി നിരോധിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡ് ആണ്. അപ്പൊ രാജ്യത്ത് കൗമാരക്കാർ സിഗരറ്റ് വാങ്ങുന്നത് നിയമം വഴി നിരോധിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യം ന്യൂസിലാൻഡ്. പുതിയൊരു ലാൻഡിലേക്കൊക്കെ പുതിയ ഒരു ആളായി മാറി അല്ലെ. സിഗരറ്റ് ഒക്കെ വാങ്ങുന്നത് നിയമം വഴി നിരോധിച്ചേക്കാണ്. അപ്പോൾ ന്യൂ ഒരാളായിട്ട് മാറിയെന്നൊക്കെ ഓർക്കാം. ന്യൂസിലാൻഡ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാ? അത് ആലുവയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് ആലുവ. ഓക്കെ, ബണ്ണും അലുവ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, പക്ഷെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം കാർബൺ വെച്ചിട്ട് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാർബൺ ന്യൂട്രൽ ഫാം ആണ്. ന്യൂട്രൽ ഫാം ആണ് ആലുവ. ഇന്ത്യയിൽ പൂർണ്ണ സമയവും സൗരോർജ്ജം ലഭിക്കുന്ന ആദ്യ ഗ്രാമം എന്നറിയാവോ? മൊധേരയാണ്. ഗുജറാത്തിലെ മൊധേര. ഇന്ത്യയിലെ പൂർണ്ണ സമയവും സൗരോർജ്ജം ലഭിക്കുന്ന ആദ്യ ഗ്രാമം മൊധേരയാണ്. അപ്പൊ അന്തേര ഉണ്ടാവില്ല എന്ന് ഓർക്കാം അല്ലെ. പൂർണ്ണ സമയവും സൗരോർജ്ജം ലഭിക്കില്ല. അന്തേര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുട്ട് അല്ലെ, അത് ഇല്ല എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. മൊധേരയാണ് ഗുജറാത്ത്. അടുത്ത പോയിന്റ്, എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ് കേട്ടോ. ധർമ്മടമാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ധർമ്മടം. സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാ? ഇത് കൊല്ലം ജില്ലയാണ് അല്ലെ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള കേട്ടോ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാ? സമ്മോഹൻ. ഇന്ത്യയിൽ ആദ്യത്തെ
കലോത്സവമാണ്. അപ്പൊ ഫസ്റ്റ് ഓർക്കാം ഭിന്നശേഷിയല്ലേ, അപ്പൊ അവർക്ക് ഈ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മോഹം ഉണ്ടെന്നൊക്കെ ഓർക്കാം കേട്ടോ. സമ്മോഹൻ, ഇന്ത്യയിലായത് ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ. ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ്. ഡ്രൈവർ ഒന്നുമില്ല, പിന്നെ ഡ്രൈവർ ഒന്നുമില്ല, പകരം ഡ്രൈവറിന്റെ ഒരു കോട്ടൊക്കെ വെച്ചിട്ട് അല്ലെ, നമ്മൾ പറയില്ല ഒരു ധൈര്യത്തിന് ഒരു കോട്ടൊക്കെ വെച്ചിട്ടാണ് അത് പോയെന്ന് ഓർക്കാം. ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആണ്. അപ്പൊ ബസ്സിൽ ഡ്രൈവർ ഇല്ല, പകരം ഡ്രൈവറിന്റെ ഒരു കോട്ട് വെച്ചെന്ന് ഓർക്കാം. ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ്. 2023 ജാനുവരിയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പ് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. 2023 ജാനുവരിയിൽ നടന്നിട്ടുള്ള ഹോക്കി ലോകകപ്പ് വേദിയാകുന്ന നഗരം ഇന്ത്യൻ. അടുത്ത പോയിന്റ് നോക്കാം. 2023 ജാനുവരിയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. 2023 ജാനുവരിയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ. 2023 നടക്കുന്ന 18ാമത്തെ G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം 2023 ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ, ഇന്ത്യയാണ് G20ക്ക്. 2024 ആണെങ്കിലോ? ഇനി 2024 G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ബ്രസീലാണ് അല്ലെ. ബ്രസീലിലെ റിയോ ഡി ജനേറോ. അപ്പൊ നമ്മൾ പറഞ്ഞു G20 എന്ന് പറയുമ്പോൾ ഇത് പോലെ എടുത്തിട്ട് ഒറിയോ ബിസ്ക്കറ്റ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2024 ഒറിയോ എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ റിയോ ഡി ജനേറോ. ഇനി 2022 ലോക കാലാവസ്ഥ ഉച്ചകോടി COP27 വേദിയായിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഈജിപ്താണ്. ഈജിപ്താണ് 2022 ലോക കാലാവസ്ഥ ഉച്ചകോടി COP27 അതിന് വേദിയായിട്ടുള്ള രാജ്യം ഈജിപ്താണ്. ഇനി 2023 ഏത് രാജ്യമാണ്? 2023 ചോദിക്കുകയാണെങ്കിൽ അത് ദുബായ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിൽ നമ്മൾ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നു പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ 2023 ദുബായ് ആണ്. ഇനി ബ്രിക്സ് 2023 വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ബ്രിക്സ് 2023 എവിടെയാണ് നടന്നിട്ടുള്ളത്? അത് സൗത്ത് ആഫ്രിക്ക അല്ലെ. 15ാമത്തെയാണ്. അപ്പൊ 15 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 5 ഷേപ്പുള്ള എസ് ഓർക്കാം. സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എവിടെ നടക്കാൻ പോകുന്നത്? ഇനി നടക്കാൻ പോകുന്നത് 2024 റഷ്യയിലാണ് കേട്ടോ. റഷ്യയിലാണ്. ഇനി അടുത്ത് നമുക്ക് പ്രമേയങ്ങൾ നോക്കാം. 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ഏതാണ്? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. ഓക്കെ, ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം അല്ലെ, ഫെബ്രുവരി 2. അപ്പൊ അതിന്റെ തീം എന്താ? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. ഓക്കെ, ഇതിന്റെയൊക്കെ നമ്മൾ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഒരു റിവിഷൻ നല്ല രീതിയിൽ ഇത് കാണാം. ഇനി 2023 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താ? 2023 ക്ലോസ് ദി കെയർ ഗ്യാപ്പ് കേട്ടോ. 2023 ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്സ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്സ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താ? ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി അല്ലെ. ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ഇപ്പൊ 2023 2024 തീംസ് ആണ് നമ്മൾ കോഡായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 2023 ലോക ജലദിനത്തിന്റെ പ്രമേയം ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് ടു സോൾവ് ദി വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് അല്ലെ. ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് ടു സോൾവ് ദി വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ്. 2023 ഫോറസ്റ്റ് ഡേയുടെ തീം ചോദിക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് ആണ് കേട്ടോ. 2023 ഫോറസ്റ്റ് ഡേയുടെ തീം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. അടുത്തത് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് സേവ് ഫുഡ് ഷെയർ ഫുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഫുഡ് സേവ് ചെയ്യണം, അതേപോലെ തന്നെ ഫുഡ് ഷെയർ ചെയ്യണം. അപ്പൊ സേവ് ഫുഡ് ഷെയർ ഫുഡ് കേട്ടോ, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? സേവ് ഫുഡ് ഷെയർ ഫുഡ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ്? അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. ഇനി നോക്കാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. അപ്പൊ ബാലമിത്ര കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം അല്ലെ. സ്വയം പ്രതിരോധമാണ്. അപ്പൊ അവര് ജ്വലിക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ജ്വാല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ജ്വാല.
അടുത്ത പോയിന്റ്, ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരെന്താണ്? ദൃഷ്ടിയാണ് കേട്ടോ, ദൃഷ്ടിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദൃഷ്ടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ജീവിതശൈലി രോഗവിവര ശേഖരണത്തിന് വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് ശൈലി ആപ്പ്. ജീവിതശൈലി എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടുമല്ലോ അല്ലെ, ശൈലി ആപ്പാണ്. വിളർച്ച മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അല്ലെ. വിവ എന്ന് പറയുമ്പോൾ വിളർച്ചയിൽ നിന്ന് വാ വെച്ചിട്ടുള്ളത് വളർച്ചയിലേക്ക്. നബാർഡിന്റെ പുതിയ ചെയർമാൻ KV ഷാജിയാണ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ബ്രിട്ടനിലെ 57ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുള്ള ഇന്ത്യൻ വംശജൻ ഋഷി സുനക്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. ഓക്കെ, സാഹിത്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നല്ല ആനന്ദം വരുന്നൊക്കെ ഓർക്കാം. K സച്ചിദാനന്ദൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകമാണ് ആർടെമിസ് 1. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം S ആണ്. ഓക്കെ, സ്വകാര്യത്തിന്റെ സാ വെച്ചിട്ട് അല്ലെങ്കിൽ S വെച്ചിട്ട് തന്നെ വിക്രം S ആയിട്ട് ഓർത്തു വെക്കാം. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചുവിടാൻ ലക്ഷ്യമിട്ട് നാസ നടത്തിയിട്ടുള്ള ആദ്യ ഭൗമ പ്രതിരോധ ദൗത്യമാണ് ഡാർട്ട് ദൗത്യം. അടുത്ത പോയിന്റ്, 2023 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ടുള്ള ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? അബ്ദേൽ ഫത്ത അൽ സിസി. 2023 കേസാണ് കേട്ടോ പറയുന്നത്. 2023 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ടുള്ള ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? അബ്ദേൽ ഫത്ത അൽ സിസി. പുരാരേഖ വകുപ്പിന്റെ താളിയോല രേഖ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഓക്കെ, പുരാരേഖ വകുപ്പിന്റെ താളിയോല രേഖ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നല്ലൊരു റിവിഷൻ ആയി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നാളത്തെ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.